ആഹാ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീറ്റ്റൂട്ട് അച്ചാർ ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയൊക്കെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ബീറ്റ്റൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് ദിവസത്തേനൊക്കെ സൂക്ഷിച്ച് വയ്ക്കാവുന്ന രീതിയിലുമാണ് ചെയ്ത് കാണിക്കുന്നത്. ഇനി എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ബീറ്റ്റൂട്ട് നല്ലവണ്ണം തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയെടുക്കുക. അതിനുശേഷം തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുക്കണം. ഒട്ടും വെള്ളം പാടില്ല. ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വലുപ്പത്തിലല്ല. അരിഞ്ഞതിന് ശേഷം കഴുകരുത്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചൂട് കട്ടിയുള്ളൊരു കടായി വെച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിക്കാനായിട്ട് നോക്കണം. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിക്കുവാണെങ്കിൽ കേടാകാതെ ഇരിക്കാനും സഹായിക്കുകയും ചെയ്യും. ആദ്യമേ തന്നെ ആ ബീറ്റ്റൂട്ട് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീ അല്പം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വെന്ത് പോകണ്ട. 1-2 മിനിറ്റിനുള്ളിൽ അതിനകത്ത് വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങും. ആ എണ്ണയൊക്കെ ഒരു റെഡ് കളറാവുന്നതായിട്ട് കാണാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതേ ഫ്ലെയിമിൽ തന്നെ. ഞാനിവിടെ ഒരു മീഡിയം സൈസ് 3 ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എണ്ണയുടെ കളറൊന്ന്, ആ റെഡ് കളറൊന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് അല്പം ഒന്ന് ചുരുങ്ങിയതും കാണാം. അപ്പോൾ ഒരുപാട് വേഗമുണ്ട്. ഒരു ക്രഞ്ചി ടേസ്റ്റ് തന്നെ. ഈ സമയം കൊണ്ട് ഒരു പകുതിയോളം ഒന്ന് കുക്കായിട്ടും ഉണ്ട്. അത്രയും മതി. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ കടായി തന്നെ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വീണ്ടും നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. ഇനി ഒരൽപ്പം കടുക് ചേർക്കാം. കൂടെ തന്നെ ഒരൽപ്പം ഉലുവയുടെ ചേർക്കുക. ഏകദേശം ഒരു 1/2 സ്പൂണോളം. ഇനി ഉലുവ ഒന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാൻ തുടങ്ങണം. കൂടെ തന്നെ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. ഏകദേശം 1 തവിക്കടുത്തായിട്ട് വെളുത്തുള്ളി അരിഞ്ഞെടുത്താണ് ചേർത്തിട്ടുള്ളത്. ഒന്നോടെയല്ല, ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. ഈ ഒരളവ് വളരെ കുറച്ചായിട്ട് ഇഞ്ചി ചേർക്കുക. അപ്പോൾ വെളുത്തുള്ളി ഏറെയും ഇഞ്ചി കുറച്ചായിട്ടും ചേർക്കുക. ഒരു 2-3 പച്ചമുളക് വെള്ളമയം ഒന്നുമില്ലാതെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്ത് അതോട് ചേർക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയെ കുറച്ചേറെയായിട്ട് ചേർക്കുക. അതും വെള്ളമയമില്ലാതെ ചേർക്കുക. ഇനി നല്ലവണ്ണം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ആ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൊരിയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ മൂത്ത് വരണം. അതുവരെ ഒന്ന് ഇളക്കി തന്നെ വഴറ്റിയെടുക്കണം. അതിനുശേഷം വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. ഇനിയിപ്പോൾ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ വീണ്ടും അതേ അളവിൽ തന്നെ എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയോടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 സ്പൂണോളം കായ്പ്പൊടിയോടെ ചേർക്കുക. ഇനി തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് നല്ലവണ്ണം ഇതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വേണ്ട. ഒരു 30 സെക്കൻഡ് നേരത്തോളം ഒന്ന് ഇളക്കിയെടുക്കണം. തീ നന്നായിട്ട് കുറച്ചിടുക. എരിവ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാതെ മറ്റേ മുളക് പൊടി തന്നെ ചേർക്കുക. നന്നായിട്ട് ഇത് മിക്സായിട്ട് ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ബീറ്റ്റൂട്ടാണ്. ഇനി ഉപ്പാണ് ചേർക്കേണ്ടത്. ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം. അല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം. അത് 1-2 ദിവസം ആകുമ്പോഴത്തേന് ബീറ്റ്റൂട്ടിലൊക്കെ നല്ലോണം ഉപ്പ് പിടിച്ചിട്ട് കറക്റ്റ് പാവമായിക്കോളും. അതുകൊണ്ട് അച്ചാറിന് എപ്പോഴും അല്പം ഉപ്പ് കൂടുതലായിട്ട് നമ്മൾ ചേർക്കുമല്ലോ, അതുപോലെ തന്നെ ചേർക്കുക. വീണ്ടും പൊടിയെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. കുറഞ്ഞ തീയിൽ തന്നെ. ഈ സമയത്ത് അപ്പുറത്തെ അടുപ്പിൽ വെള്ളം നല്ലവണ്ണം വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട് നല്ലവണ്ണം വെട്ടി തിളച്ചുകൊണ്ടിരിക്കണം. അതായത് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയ ഉടനെ എടുത്ത് ഒഴിക്കരുത്. കുറച്ച് നേരം അതിനെ വെള്ളം തിളയ്ക്കാനായിട്ട് വിടുക. അതിന് ശേഷം അത് ചൂടോടുകൂടി തന്നെ 2 തവി ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു അളവിന് നല്ല പെരണ്ടിരിക്കുന്ന അളവിനാണ് ഈ ഒഴിച്ചിരിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് കുറച്ച് ചാറായിട്ട് ഇറ്റിറ്റ് വീഴുന്ന ഒരു ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 3 തവി ഒഴിക്കുക. തീ കുറച്ച് വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കിയെടുക്കുക. തീ കൂട്ടി വെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ഈ വെള്ളം അങ്ങ് വലിഞ്ഞു പോകും. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാകും. ഒരുപാട് നേരം ഇട്ട് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബീറ്റ്റൂട്ട് വെന്ത് പോകും. അങ്ങനെ വരരുത്. ഒരു ക്രഞ്ചി ടേസ്റ്റ് തന്നെ വരണം. നന്നായിട്ട് ഇളക്കി ഇപ്പം തന്നെ ഒന്ന് വെള്ളം ഒന്ന് അല്പം വലിഞ്ഞിട്ടുണ്ട്. വെള്ളം ഒട്ടും ചേർക്കാതെ വിനീഗർ മാത്രം ഒഴിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് പുളിയായി പോവുകയും ചെയ്യും. പക്ഷേ അങ്ങനെ വിനീഗർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ കൂടി കേടുകൂടാതിരിക്കുകയും ചെയ്യും.
ഇനി ഇതാ പുളിക്ക് വേണ്ടി ചേർക്കുന്നത് 3 സ്പൂൺ വിനിഗറാണ് ചേർക്കുന്നത്. ഈ ഒരു അളവിന് വിനിഗർ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ നന്നായിട്ട് ഈ സമയത്തും കുറച്ച് തന്നെ ഇടുക. ഇനി തീ കൂട്ടേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിൽ ചേർക്കേണ്ടത് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 3/4 സ്പൂണോളം പഞ്ചസാര ചേർക്കുക. ശർക്കരപ്പൊടി നിങ്ങൾ ചേർക്കരുത്. ശർക്കരപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അഴുക്കായി പോകും പെട്ടെന്ന്. പഞ്ചസാര ചേർക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ഒരു 2-3 സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഈന്തപ്പഴം ചേർക്കാവുന്നതാണ്. അത് ചേർക്കേണ്ടത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴന്നതിന് ശേഷം ഈന്തപ്പഴം കൂടി ഇട്ട് അല്പം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളവ അതുപോലെ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് കേടാകാതിരിക്കാനാണ് ഈന്തപ്പഴം ഒന്ന് വഴറ്റിയിട്ട് ചേർക്കണമെന്ന് പറഞ്ഞത്. ചെറുതായിട്ട് അരിഞ്ഞ് ചൂടുവെള്ളമൊക്കെ ചേർക്കുമ്പോഴത്തേന് അത് നല്ലവണ്ണം വെന്ത് ഇതിനകത്ത് ചേർന്ന് കൊള്ളും. ഇനി നല്ലവണ്ണം തണുത്തിട്ട് വേണം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ സൂക്ഷിക്കാൻ വേണ്ടി. നമ്മൾ എടുക്കുന്ന സ്പൂണും എല്ലാം ഡ്രൈ ആയിട്ടിരിക്കണം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല ഡാർക്ക് കളറായിട്ട് എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞു വരികയും ചെയ്യും. ഡെയിലി പൊതി കെട്ടിപ്പോകുന്നവർക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ പൊടിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.